മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ബി.ജെ.പിയുടെ ലീഡർ എന്നുള്ള നിലയിൽ മഹാരാഷ്ട്രയിൽ വൻ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത രീതിയിലുള്ള വലിയ ബഹുമുഖമായ വെല്ലുവിളിയായിരുന്നു മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച ഒരു പരിധിവരെ പരാജയത്തിൽ നിന്ന് വ്യത്യസ്തമായ വലിയ വിജയമാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും മഹായുതി സഖ്യവും നേടിയിട്ടുള്ള വിജയം അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടിയും ശിവസേനയും ഒരുമിച്ച് മത്സരിച്ച് ഭൂരിപക്ഷം നേടിയ സംസ്ഥാനത്ത് ആ ജനവിധിയെ അട്ടിമറിക്കുന്ന തരത്തിൽ, അതിനെ പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിൽ ശിവസേന ആ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും കോൺഗ്രസുമായി കൂട്ടുചേർന്നുകൊണ്ട് സർക്കാരുണ്ടാക്കുകയും ചെയ്ത സാഹചര്യം, ആ സാഹചര്യമാണ് നമ്മളെല്ലാവരും ഓർക്കേണ്ടത്. അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ്, ഈ ജനങ്ങളെ വഞ്ചിച്ച ശിവസേനയുടെയും കോൺഗ്രസിൻ്റെയും സമീപനത്തോടുള്ള പ്രതികരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരിക്കൽ കൂടി അവസരം കിട്ടിയപ്പോൾ ജനങ്ങളെ വഞ്ചിച്ച, ജനവിധിയെ അട്ടിമറിച്ച ഉദ്ധവ് ഠാക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയെ, ആ ശിവസേനയോടൊപ്പം കൂടിയ കോൺഗ്രസിനെ ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള യഥാർത്ഥ ശിവസേനയും തമ്മിലുള്ള സഖ്യത്തിന് വിജയിപ്പിച്ചത്. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ബി.ജെ.പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും എതിരായിട്ട് കോൺഗ്രസ് നടത്തിയ കുപ്രചരണം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കുപ്രചരണങ്ങൾ, ആ കുപ്രചരണങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു സവിശേഷത. അതിനു പുറമെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മറാഠാ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പിന്തുണയെ സംബന്ധിച്ചുമൊക്കെ ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ, അതെല്ലാം പരിഹരിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ സാധിച്ചു. അതോടൊപ്പം ലാഡ്കി ബഹിൻ യോജന പോലെയുള്ള പദ്ധതികൾ, ഈ പദ്ധതികളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തിന് അനുകൂലമായും പ്രവർത്തിച്ചു. അങ്ങനെ നിരവധി കാരണങ്ങൾ കഴിഞ്ഞൊരു 4 മാസക്കാലത്തോളം മഹാരാഷ്ട്രയിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ, ചിട്ടയായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം കൂടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ഞാൻ കാണും. ഇതിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ ഒരു പ്രാദേശിക പാർട്ടി ആണ് നേതൃത്വത്തിലുള്ള മുന്നണിയാണ് അധികാരത്തിൽ വന്നത്. മഹാരാഷ്ട്രയിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യമാണ്. അപ്പോൾ ആ സഖ്യമാണ് അമ്പെ പരാജയപ്പെട്ടത്. അപ്പോൾ ദേശീയ തലത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയായിരിക്കും? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായിട്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മത്സരിക്കുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാനാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ, ബഹുഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന സഖ്യവും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം. അതുകൊണ്ട് നാടിനെ വിമർശിക്കുന്ന, നാടിന് അപകീർത്തികരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിപക്ഷ മുന്നണി, ആ പ്രതിപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കാൻ നാടിനെ സ്നേഹിക്കുന്ന ആരും തയ്യാറാവില്ല എന്നുള്ളത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്.